കോടതിയുടെയും പൊതുജനത്തിന്റെയും വിമർശനം സഹിക്കാനാകാതെ വന്നപ്പോൾ കണ്ണിൽ പൊടിയിടാനായി സംസ്ഥാനത്തൊട്ടാകെ ഒരു ടാറിംഗ് മാമാങ്കം നടന്നു. കുഴികൾ എണ്ണി അടച്ചു. ടെൻഡർ വിളിക്കാതെയും മാനദണ്ഡങ്ങൾ പാലിക്കാതെയും ഇഷ്ടപ്പെട്ട കോൺട്രാക്ടർക്ക് കരാർ നൽകി. കോടികൾ ദിവസങ്ങൾക്കുള്ളിൽ ഖജനാവിൽ നിന്ന് ഒഴുകി. എന്നാൽ പ്രധാന നിരത്തുകളിലെ റോഡുകൾ പോലും ആഴ്ചകൾക്കുള്ളിൽ പൊട്ടിപ്പോയി. സംസ്ഥാനത്തെ മിക്ക റോഡ് പണികളും നടക്കുന്നത് മഴക്കാലത്തോടനുബന്ധിച്ചാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ആയുസ്സും മഴവെള്ളം പോലെ തന്നെ. കോടതിയുടെയും ജനങ്ങളുടെയും വിമർശനം സഹിക്കാനാകാതെ വന്നപ്പോഴാണ് ധനമന്ത്രി റോഡിലെ കുഴികൾ എണ്ണിയത്. ഉടൻ അത് അടയ്ക്കാനും റോഡ് പുനർനിർമ്മിക്കാനും ഫണ്ട് ഖജനാവിൽ നിന്ന് ഒഴുക്കി. അത് കൃത്യമായി വിനിയോഗിക്കുന്നുണ്ടോ എന്നൊന്നും ആരും തിരക്കിയില്ല. പണിത റോഡുകൾ ആഴ്ചകൾ കൊണ്ട് തന്നെ പൊളിയുന്നതിന്റെ കാരണം വ്യക്തമാകണമെങ്കിൽ കാക്കനാട് വാഴക്കാലയിലേക്ക് ചെന്നാൽ മതി. റോഡിന്റെ വീതി കൂട്ടി സൗകര്യം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് പ്രദേശത്തെ ഒരു ബി ഗ്രേഡ് കോൺട്രാക്ടർ. ടാറിംഗ് പൂർത്തിയായി ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും റോഡ് അരികുഭിത്തിയും തകർത്ത് കാനയിലെത്തി. ഒരു മിനി ലോറി ഒതുക്കിയപ്പോഴത്തെ അവസ്ഥ. ഇതോടെ ടാറിങ്ങിലെ കള്ളി വെളിച്ചത്തായി. മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള ജോലികൾ. പരാതി ഉയർന്നതോടെ ഉദ്യോഗസ്ഥരെത്തി പരിശോധിച്ചു മടങ്ങി.